നിർധനർക്ക് സഹായങ്ങൾ എത്തിക്കാനുള്ള മേയർ കെയർ പദ്ധതിയുമായി കോർപ്പറേഷൻ. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 5050 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. സാധാരണക്കാർക്ക് സഹായം ഉറപ്പാക്കുന്ന തുടർ ക്ഷേമ പദ്ധതിയാണ് മേയർ കെയർ എന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. നഗരത്തിന്റെ കുഞ്ഞു ഹൃദയങ്ങൾ കീഴടക്കി നഗരപിതാവിന്റെ മേയർ കെയർ. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെ നഗരത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 5050 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത്. ഒരു ബാഗിൽ ബുക്കുകൾ, ജോമെട്രി ബോക്സ്, പെൻസിൽ തുടങ്ങി 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനോപകരണങ്ങളുണ്ട്. പുത്തൻ പ്രതീക്ഷയുമായി സ്കൂളിൽ പോകാൻ തയ്യാറായ നഗരത്തിലെ കുരുന്നുകൾക്ക് പുതിയ ബാഗും പഠനോപകരണങ്ങളും ഇല്ല എന്ന പരാതി വേണ്ടെന്ന് മേയർ. കുട്ടികളോടുള്ള നഗരസഭയുടെ മുഴുവൻ കരുതലാണിതെന്നും മേയർ. 1ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഒരു സഹായം ഈ കോർപ്പറേഷൻ നൽകുന്നത്. അതായത് ഒരു 15-16 വയസ്സ്, 5 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് ഈ സഹായം നൽകുന്നത്. അപ്പോൾ 20 വർഷം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 100ാം വാർഷികം 2047 ആഘോഷിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഇന്ന് 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് അന്ന് 25 വയസ്സായിരിക്കും. ഇന്ന് 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് അന്ന് 35 വയസ്സായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുവാൻ സാധിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾ. നഗരസഭയിലെ ഫണ്ടിൽ നിന്നും 1 രൂപ പോലും എടുക്കാതെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് വഴിയും മേയറുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുമാണ് കിറ്റുകൾ സമാഹരിച്ചത്. പൈസയായി പണം കൈപ്പറ്റാതെ സാധനങ്ങളായി സമാഹരിച്ചു. പേര് മേയർ കെയർ ആണെങ്കിലും പിന്നിൽ ഒരാളല്ല, വലിയ കൂട്ടായ്മയാണെന്നും മേയർ പറഞ്ഞു. ഇവിടെ മേയർ കെയർ എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നതെങ്കിലും അത് ഒരു വ്യക്തിയുടെ ആശയമോ ഒരു വ്യക്തിയുടെ പ്രയത്നഫലമായി ഉണ്ടായതല്ല. ഒരു പോസ്റ്റിലിരിക്കുന്ന ആളുടെ പ്രയത്നഫലമായി ഉണ്ടായതല്ല. ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണത്. പഠനോപകരണ കിറ്റുകൾ വാങ്ങാനെത്തിയ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും ഹാപ്പി. നല്ല പദ്ധതിയാണ്. ഇത്രയും കാലം ഇല്ലായിരുന്ന വളരെ നല്ല പദ്ധതിയാണ്. നമ്മൾ മോൻ പഠിക്കുന്നത് ചാല ബോയ്സ് സ്കൂളിലാണ്. വളരെ നല്ല പദ്ധതിയാണ്. ഇത്രയും കാലം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടുവന്നതിൽ മേയർ അഭിനന്ദിക്കുന്നു. നിർധന കുടുംബങ്ങളുടെ ചികിത്സ, പാർപ്പിടം, മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കെല്ലാം പദ്ധതിയുടെ ഭാഗമായി സഹായങ്ങൾ ലഭിക്കും. നിരവധി സുമനസ്സുകൾ മേയർ കെയറിൽ സഹായങ്ങൾ നൽകാൻ തയ്യാറായി നിൽക്കുന്നതായും അത് രാഷ്ട്രവും നഗരവും നമ്മുടെ കുട്ടികളുടെ കൂടെയുണ്ട് എന്ന ധൈര്യം നൽകുന്നതാണെന്നും മേയർ പറഞ്ഞു. ബിഗ് TV, തിരുവനന്തപുരം.